ഞാനിനി എത്ര കാലം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ആവശ്യത്തിന് സ്വത്തുണ്ട്, പക്ഷേ മനസ്സമാധാനം തീരെയില്ല. ഭഗവാനിലുള്ള വിശ്വാസം കൊണ്ടാ ഞാൻ അവളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ആ വിശ്വാസം അവളിൽ ഉണ്ടാക്കാൻ ബദ്രിക്ക് മാത്രമേ സാധിക്കൂ. ഏയ് സാർ, വിഷമിക്കാതിരിക്കെ. അതെനിക്ക് വളരെ നിസ്സാരമായ കാര്യമാ. 7 ദിവസത്തിനുള്ളിൽ അവളെ കൊണ്ട് ഇവിടെ ഞാൻ ശയന പ്രദർശനം ചെയ്യിക്കാം. എങ്കിൽ എനിക്കതൊന്ന് കാണണമല്ലോ. 7 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ഇവിടുന്ന് പോവും. വാമദശ മോളെ നിൽക്ക്. മറ്റന്നാൾ പൗർണമിയാ, മോളുടെ അമ്മയും അച്ഛനും മരിച്ച ദിവസം. ഇവിടെ ബ്രഹ്മകപാലത്തിൽ ഒരു തവണ ബലിതർപ്പണം ചെയ്താൽ ഒരിക്കലും പിന്നെ ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ ആത്മാവിന് ശാന്തി കിട്ടും. മുത്തശ്ശ പ്ലീസ് മോളെ. ശരി, അമ്മയുടെ അച്ഛന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കാം. പക്ഷെ ഇവന്റെ മുഖം മാത്രം കണ്ടുപോരുത്. പറ്റില്ല. ബദ്രീനാഥിൽ ബദ്രിയുടെ മുഖം കാണാതിരിക്കാൻ ആർക്കും പറ്റില്ല. ആരാണെന്ന് പറഞ്ഞാലും എന്റെ പാദത്തിൽ നോക്കിയേ സംസാരിക്കാറുള്ളൂ. എന്റെ മുമ്പിൽ CM ആയാലും PM ആയാലും തല കുനിച്ചേ നിൽക്കാറുള്ളൂ. അപ്പോ നിങ്ങൾ അത്രയ്ക്ക് വലിയ ആളാണോ? ഞാൻ എത്ര വലിയവനാണെന്ന് നീ വന്ന ആൽബം എടുത്ത് കാണിച്ചു തരാം. മനസ്സിലായി. മനസ്സിൽ എന്നെ ചീത്ത പറയായിരിക്കും അല്ലേ? ഉച്ചത്തിൽ ചീത്ത വിളിക്കണമെന്നുണ്ട്. ക്ഷേത്രം ആയതുകൊണ്ടാ വിളിക്കാഞ്ഞത്. ഈ പണിക്ക് ഇത്ര ബിൽഡപ്പാ? അമ്മ, എന്റെ പണി അത്രയ്ക്ക് ചീപ്പാണോളാ. നിങ്ങൾ ഇത്രയ്ക്ക് വയലന്റ് ആണെന്ന് അറിഞ്ഞില്ല. എന്താ ഇത്? ബാക്കിയൂടെ പഠിച്ചിട്ട് സംസാരിക്കും. ബാക്കി ഇനി ഇവൻ പഠിച്ചു തരും. എന്റെ അമ്മച്ചിയാണ് എനിക്ക് ഷേവ് ചെയ്യാൻ കൂടി അറിഞ്ഞൂടാ. ഇന്ന് ഇവനെ പഠിച്ചോ, നാളെ നീ പഠിച്ചോ. ദാ പിടിച്ചോ, പിടിച്ചോ, പഠിച്ചോ. എന്താണ് ഇത്? രക്തം വരുന്നില്ലേ? മുറിഞ്ഞ രക്തമല്ലാതെ പിന്നെ അത്ര വരുവാടാ. വേഗം ഡോക്ടറെ കൊണ്ട് കാണിക്ക്. ബാക്കി അയാളോട് പഠിക്കാൻ പറ. അയാൾ പഠിച്ചില്ലെങ്കിൽ ഞാൻ പഠിച്ചുതരാം. എണീറ്റ് പോടേ. നീ ഇരിക്കേ. ഞാനെന്തിനാ ഇരിക്കുന്നേ? നിന്നെ മുട്ടയടിക്കാൻ. നേർച്ചയ്ക്ക് വേണ്ടി തിരുപ്പതിയിലും മോക്ഷത്തിന് വേണ്ടി കാശിയിലും മുട്ടയടിക്കാറുണ്ട്. ഇവിടെ എന്തിനു വേണ്ടിയാ? ഞാൻ ആരുടെയും പൈസ വെറുതെ വാങ്ങാറില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ പൈസ എന്തിനു വാങ്ങിക്കുന്നേ? നീ എന്റെ തൊഴിലിനെ അപമാനിച്ചത് ഇപ്പൊ കൊണ്ട് തരാൻ മനസ്സിലെങ്കിലോ ഈ നാട്ടിൽ നിന്ന് പോകില്ല. എടുക്കായിരം. വെറുതെ വേലി കറുന്നതിനെടുത്ത് ഞാൻ പിടിച്ചോ. ഇത് 800 ആയുള്ളൂ. ഞാൻ കണക്കിൽ കുറച്ച് പൊറോട്ട. അപ്പൊ 1200 തരേണ്ടത്. എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ഇതുപോലുള്ള തട്ടിപ്പോരുണ്ടല്ലോ ദൈവമേ. എന്താടാ? എന്താ ചേട്ടാ ഇത്? ഞാനൊരു തമാശ പറഞ്ഞപ്പോ കാശെടുത്ത് തരുന്നത്. താങ്ക്സ് അണ്ണാ. ശരി. മര്യാദക്ക് പണിയെടുത്ത് ജീവിച്ചോണം. ശരി ബദ്രി, സമയത്ത് തന്നെ വന്നോളൂ. ഗോവിന്ദ് ബാബാ, കൈസായേ? നോക്ക്, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരും പാപങ്ങൾ ചെയ്തിട്ട് ന്യായീകരിച്ചവരും സ്നേഹിക്കുന്നവരെ വഞ്ചിക്കുന്നവരും ആ വസുധാരുടെ അടുത്തേക്ക് പോകാൻ പാടില്ല. എന്താ പോയാൽ എന്താ കുഴപ്പം? വസുധാര അവരുടെ അടുത്തേക്ക് വരില്ല. അത് മാറിപ്പോവും. വെള്ളത്തിന് എങ്ങനെ സത്യം അറിയാൻ പറ്റുന്നേ? ഇവിടെ പ്രകൃതിക്കും പാപികളെ തിരിച്ചറിയാനുള്ള പവറുണ്ട്. ഓ, അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റവും വേസ്റ്റ് ഫെലോ ഞാനാണെന്ന് എന്റെ ഫീലിംഗ്. എന്റെ ഫീലിംഗ് അത് തന്നെ. അതുകൊണ്ടാ പോവണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോകും. ആ വെള്ളം എന്ത് കാണിക്കുന്നു കാണണമല്ലോ. ടീക്കേ, ജാओ. കഷ്ടം. എന്നിട്ട് വേണം ഇവനോ 4 വർത്തമാനം. വെള്ളത്തിനത്തെ ജീവനുണ്ട്. അല്ല എന്നോടാ പോകുന്നു. പോണു. बेशरम और बदतमीज, तुम्हें इतनी से भी शर्म नहीं आई कि तुम ऐसे पवित्र स्थान पर आए हो, फिर कभी भी यहाँ आने की हिम्मत भी नहीं करना. तुम्हारी जैसे लोगों की जगह नहीं है. ഇവൻ ആരടാ ഇത്രയ്ക്ക് മഹാഭാവി? ഇവനെ ബദരിനാഥ് വേഗം പുറത്താക്ക്. മെനക്കരണ്ട, ഞാൻ താനേ പൊയ്ക്കോളാം. ഞാൻ യൗമാരെന്ന് വാങ്ങിച്ചു പിടിക്കും. ഞാൻ ഒരുപാട് അലവലാദികളെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്നെ പോലെ ഒരുത്തനെ ആദ്യം കാണുക. കണ്ടില്ലേ അപ്രത്യക്ഷമായത്? നീ ഏത് നാട്ടുകാരനാടാ? എന്റെ ഡീറ്റെയിൽസ് ഒക്കെ മെയിൽ ചെയ്ത് തരാം. ആദ്യം വെള്ളം വരുത്താൻ നോക്ക്. ദൈവമേ, ഉമ്മാരെ കൊല്ലാതെ വിട്ടാ മതിയായിരുന്നു. അമ്മാവാ, ഇനി ഇവിടെ നിന്ന കുഴപ്പാ. ഇതിന്റെ മുമ്പിൽ പണിഞ്ഞാലുണ്ടല്ലോ, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, സാറ് പോയിട്ട് വാ. എന്തിനാ മാവ ഇത്? പോയിട്ട് വാ സാർ.
സ്ഥലത്തേക്കൊന്നും പോയേക്കരുത്. സിറ്റുവേഷൻ പിന്നെ ഇതുപോലെ ആയിരിക്കില്ല. ചൂടാവരുത്. ഞാനൊന്ന് പറയട്ടെ, ഞാൻ പോയാൽ ഇതുപോലെ മടങ്ങി വന്നേക്കാം. നീ പോവുകയാണെങ്കിൽ പിന്നെ വരില്ല. വേസ്റ്റ് ഫെലോ ആണെങ്കിലും കറക്റ്റാ പറഞ്ഞത്. ഒരു 100 ജന്മം എടുത്താലും നിന്റെ മേത്തൊരു തുള്ളി പോലും വീഴില്ല. ഏയ്, അത് എന്റെ ദേഹത്ത് എന്തിനാ വീഴുന്നത്? അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണമല്ലോ. എന്താടി ഇത്? പിക്നിക് എന്ന് പറഞ്ഞു വന്നിട്ട് ഇത് തനി തീർത്ഥാടനമായി പോയല്ലോ. നമുക്ക് ക്രിക്കറ്റ് കളിച്ചാലോ? 6 പേർക്ക് കളിക്കാൻ ഇത് ബാസ്കറ്റ്ബോൾ അല്ല. ക്രിക്കറ്റ് കളിക്കാൻ ഇനി 5 പേര് വേണം. അതിനിപ്പോ എന്ത് ചെയ്യും? വെയിറ്റ്, 5 മിനിറ്റിനുള്ളിൽ ഞാൻ സെറ്റ് ചെയ്ത് തരാം. ദാ അങ്ങോട്ട് നോക്ക്. ഹായ് ഗായ്സ്. എന്തിനാ വിളിച്ചത്? എവിടേക്കാ പോകുന്നത്? പോകുവല്ല, വരുക. വേദപാഠശാലയിൽ നിന്നും മഠത്തിലേക്ക് വരുക. ആ ബുക്ക് എന്താ? ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വിഷയങ്ങളും ഇതിലുണ്ട്. ഓ അതെയോ? ജയ് ശ്രീ മഹാവിഷ്ണു. എന്ത് ചോദ്യമായത്? ഈ ഭൂമിയിൽ എനിക്കറിയാത്ത കാര്യങ്ങൾ ഒന്നുമില്ല. ആഹാ, അപ്പൊ നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാമോ? അറിയാം. ഓഹോ, എന്നാ ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാം. ഉത്തരം പറയാമോ? പറയാം, ചോദിക്ക്. രജനീകാന്ത് ആരാണ്? രജനീകാന്തോ? ആ, ഏയ് നോക്കടാ. രജനീകാന്ത്. ഛേ, ഈ രജനീകാന്ത് ആരാ? നമ്മുടെ ഗുരു പറഞ്ഞില്ലല്ലോ. ഏയ്, നിങ്ങൾക്കറിയാവോ? അറിയില്ലേ? ഛേ. അറിയില്ലേ? സൂര്യകാന്തവുമുണ്ട്, ചന്ദ്രകാന്തവുമുണ്ട്. പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന രജനീകാന്ത് ഇതിലില്ലല്ലോ. ഇല്ലല്ലോ, അതിലില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ശരി ശരി. അല്ല, ആരാത്? രജനീകാന്ത് എന്ന് വെച്ചാ തമിഴ് സൂപ്പർ സ്റ്റാർ. ഓ അതെയോ? അതെനിക്കറിയായിരുന്നു. ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിനക്ക് ചിരഞ്ജീവിയെ അറിയാമോ? ചിരഞ്ജീവി? എന്ത് ചോദ്യാ കുട്ടി ഈ ചോദിക്കുന്നത്? ഈ പ്രപഞ്ചത്തിൽ ചിരഞ്ജീവി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? മെഗാസ്റ്റാർ എപ്പോഴെങ്കിലും ബദ്രിനാഥി വന്നിട്ടുണ്ടാവോ? എനിക്കറിയില്ല. ആ, ചിരഞ്ജീവി സാറിനെ കുറിച്ച് ഈ വേദത്തിലുണ്ടോ? ഉണ്ട്. ഓ, ആഞ്ജനേയ സ്വാമി ഈ വേദത്തിൽ മാത്രമല്ല, ഈ ലോകം മുഴുവനുമുണ്ട്. ഓഹോ, നീ പറയുന്നത് ആ ചിരഞ്ജീവിയെ കുറിച്ചാണോ? ആ. ഞാൻ ചോദിച്ചത് ആ ചിരഞ്ജീവിയെ കുറിച്ചല്ല, പിന്നെ മെഗാസ്റ്റാർ ചിരഞ്ജീവിയെ കുറിച്ച്. ആഞ്ജനേയോ, നിങ്ങൾ സ്റ്റാർ കീറുന്നെന്ന് ചോദിച്ചാ എനിക്കതൊന്നും അറിയില്ല. വേറെ എന്തെങ്കിലും ചോദിക്കേ. ശരി, ആ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ. നിനക്ക് MS ധോണി അറിയാമോ? MS ധോണി. എനിക്ക് തോണി അറിയാം. ധോണി എന്താണെന്നറിയില്ല. അതൊക്കെ അറിയണ്ടേ? അദ്ദേഹം ക്രിക്കറ്റ് പ്ലെയർ ആണ്. 2020-ലും ഇപ്പോഴും നമുക്ക് വേൾഡ് കപ്പ് കൊണ്ടുതന്നയാൾ. ഈ 2020 എന്ത്? ക്രിക്കറ്റ് മാച്ച് എന്ത്? ആ, ശ്രീ മഹാവിഷ്ണുവിന് ഇഷ്ടമുള്ള ക്രിക്കറ്റ് കളി അറിയില്ലെന്നോ? ആ, ശ്രീ മഹാവിഷ്ണുവിന് ഇഷ്ടമുള്ള കളിയോ? അതെ ഗുരു, ആ 3 കുറികളാണ് ഈ 3 വിക്കറ്റ്സ്. എങ്ങനെ ഈ കളി കളിക്കുന്നത്? സിമ്പിൾ. ആ സെന്ററിലുള്ള കുറിയിലെറിഞ്ഞാൽ ഡയറക്റ്റ് ആയി സ്വർഗത്തിൽ പോവാം. അപ്പൊ സൈഡിലുള്ള കുറിയിലെ എറിയുന്നതെങ്കിൽ ത്രിശങ്ക സ്വർഗം കിട്ടും. ജയ് ശ്രീമൻ നാരായണ. നിക്ക്. സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിന് ഇഷ്ടമുള്ള കളിയാ. കല്ലുകൊണ്ടല്ല എറിയേണ്ടത്. പിന്നെ എന്തുകൊണ്ടാ എറിയേണ്ടത്? ഇതുകൊണ്ട്. എന്താ ഇത്? ലഡു. ലഡു? സ്വാമി, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? വർഷങ്ങളോളം വെയിലത്തുണക്കിയ ഇങ്ങനെ ഇരിക്കും. എന്നാ അറിഞ്ഞോ? ഡയറക്റ്റ് ആയിട്ട് സ്വർഗത്തിൽ പോകാമല്ലോ. ജയ് ശ്രീമൻ നാരായണ. ദൈവമേ, ആന വരണ്ടോ, വേഗം ഓടിക്കാണോ. എന്താ ഉണ്ടായത്? നിനക്ക് ആചാരങ്ങളുടെ സംസ്കാരത്തിന്റെ ഒന്നും അർത്ഥം അറിയില്ല. ഛീ, നിങ്ങളുടെ അച്ഛന്റെ പേര് പറഞ്ഞോളൂ. മരിച്ചുപോയത് എന്റെ അച്ഛനല്ല, മകനും മരുമകളുമാ.
പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ് പ്രധാനമായും ഇവിടെ പിണ്ടദാന കർമ്മം നടത്താറുള്ളത്. പക്ഷെ പിതാവ് ഒരിക്കലും പുത്രനു വേണ്ടി കർമ്മം ചെയ്യാൻ പാടില്ലെന്നാണ് ശാസ്ത്രം. അങ്ങനെയാണെങ്കിൽ ഞാനത് ചെയ്തോളാം. പെൺകുട്ടികളും ഈ കർമ്മം ചെയ്യാൻ പാടില്ലെന്നാണ്. പകരം നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് വേണമെങ്കിൽ ഈ കർമ്മം ചെയ്യാവുന്നതാണ്. കല്യാണം കഴിഞ്ഞില്ല, അങ്ങനെയെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ചെയ്താലും മതി. അങ്ങേക്കും ചെയ്യാം. അയ്യോ വേണ്ട, എന്നോട് പറഞ്ഞിരിക്കുന്ന എന്റെ കൈ കൊണ്ട് ആർക്ക് ആഹാരം പോലും കൊടുക്കരുതെന്ന. പിന്നെ എങ്ങനാ പിണ്ടം വെക്കുന്നേ? ഒരു കാര്യം ചെയ്യ്, ഇവിടെ അനാഥർക്ക് പിണ്ടം വെക്കുന്നവരുണ്ടാകുമല്ലോ, അവരെ കൊണ്ട് ചെയ്യിക്ക്. 100-200 കൊടുക്കാം. പണം വാങ്ങി പിണ്ടം വെക്കാൻ ആരാ വരിക? എന്തിനാ മുത്തശ്ശ ഇത്തരം സെന്റിമെന്റ്സ് കൊണ്ട് അമ്മയും അച്ഛനെ അനാഥരാക്കുന്നത്? അപ്പൊ എനിക്ക് എഴുന്നേക്കാലോ? ഇരിക്കൂ റാവുജി, ഞാൻ പിണ്ടം വയ്ക്കാം. എന്താ ബദ്രി നീ പറയുന്നത്? ദിവസവും ബദ്രീനാഥിന് പൂജ ചെയ്യുന്ന കൈകൊണ്ട് ഏതോ അനാഥർക്ക് പിണ്ടം വയ്ക്കാവുന്നു? തെറ്റെന്താണ് റാവുജി? ആചാരങ്ങളെല്ലാം നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, തിന്മയ്ക്ക് വേണ്ടിയുള്ളതല്ല. ഏത് മതത്തിലും ശവത്തെ ദൈവമായാണ് കാണുന്നത്. എന്നാൽ നമ്മുടെ മതത്തിൽ മാത്രം ശവത്തെ അപശകുനമായാണ് കാണുന്നത്. ശവം ശിവന് സമാനം. അളകനന്ദയുടെ അച്ഛനും അമ്മയും ക്ഷേത്രത്തിൽ വെച്ചാണ് മരിച്ചത്. അതുകൊണ്ട് അവർക്ക് പിണ്ടം വെച്ചാൽ ഭഗവാനെ നൈവേദ്യം വെക്കുന്ന പോലെയാ. പൂജകൾ തുടങ്ങട്ടെ. ആരെയാ മോളെ നീ വണങ്ങുന്നത്? ബദ്രിയോ ബദ്രിനാഥിനെയോ? ബദ്രിയെ. ഭീകരാക്രമണത്താൽ അമർനാഥ് ക്ഷേത്രപാലകൻ കൊല്ലപ്പെട്ടു. തങ്ങളുടെ ആൾക്കാരെ ജയിൽ വിമോചിതരാക്കിയില്ലെങ്കിൽ ഭക്തരെ ഒന്നടങ്കം കൊന്നൊടുക്കുമെന്ന് അവർ ഭീഷണി മുഴക്കി. നിങ്ങൾക്ക് 5 നിമിഷം സമയം തരുന്നു. 6ാമത്തെ നിമിഷം ഒരാളും കൂടെ ഉണ്ടാകരുത്. Who are you to give me time? 1 Conditions पेटाल्सिंदी मैम. नीव कादू. 2 हम भागने वाले नहीं, भगाने वाले हैं. 3 एक एक को मार डालूंगा. भक्तुलंदरनी चंपुता. 4 5 Okay 5. अब क्या? बद्री ബദ്രി, നിനക്കും 5 നിമിഷം സമയം തരുന്നു. 6ാം നിമിഷം ഒരാളും ജീവനോടുണ്ടാവരുത്.